അമ്മുവിന്റെ പഴയ വീട് കാടിന് സമീപത്തായിരുന്നു. വീടിനടുത്ത് ആന വരും, ചില നേരം പുലി വരും. കുരങ്ങന്മാർ ധാരാളമുണ്ട്. മറ്റെങ്ങുമില്ലാത്ത പ്രത്യേകത കൂടിയുണ്ട്. അവിടുത്തെ കാട്ടിൽ വെളുത്ത ആനകളുണ്ട്. ശരിക്കും വെളുത്ത ആന. അധികമൊന്നുമില്ല, രണ്ടെണ്ണം. അമ്മാമ്മ വിളിച്ചാൽ വെളുത്ത ആനകൾ വീട്ടിലേക്ക് വരും. കുട്ടികളെയും കൂട്ടിയാവും വരവ്. അതിരാവിലെയാണ് വെളുത്ത ആനകൾ വരിക. അമ്മൂന്റെ വീടിന് മുന്നിൽ നാട്ടുമാവുണ്ട്. വെളുത്ത ആനകൾ മാവിന്റെ ചോട്ടിൽ വന്ന് നിൽക്കും. അമ്മാമ്മ വാഴപ്പഴം നൽകും. തുമ്പിക്കൈയിൽ തലോടും. ആനയെ അനുസരിപ്പിക്കുന്ന മന്ത്രമൊക്കെ അമ്മാമയ്ക്കേ അറിയൂ. കൊലകൊമ്പന്മാരെ വരെ അമ്മാമ ചൂണ്ടുവിരലിൽ നിർത്തും. അമ്മാമ വലിയ ബക്കറ്റും എടുത്ത് ആനയുടെ സമീപം ചെല്ലും. അതിലും വലിയ ചെമ്പുപാത്രം സമീപത്തായി വെച്ചിട്ടുണ്ട്. ആനയുടെ പാലെടുക്കാനാണ്. ശരിക്കും അമ്മാമയാണ് ആനയെ കറക്കുന്നത്. മറ്റാരെങ്കിലും ചെന്നാൽ തൊഴിച്ചു ദൂരെ കളയും. ആനയുടേത് വലിയ അകിടാണ്. പശുവിനെ കറക്കും പോലെ വിരല് വെച്ച് പറ്റില്ല. കൈ മടക്കിയിട്ടാണ് ചെയ്യുന്നത്. നിമിഷം കൊണ്ട് ബക്കറ്റ് നിറയും. അതെടുത്ത് ചെമ്പുപാത്രത്തിൽ ഒഴിക്കും. ചെമ്പുപാത്രവും നിറയും. പിന്നെയും പാലുണ്ടാവും. ഒരാഴ്ചത്തേക്ക് അത് ധാരാളമാണ്. ആനപ്പാലിന്റെ കഥ കുഞ്ഞുമണികൾക്ക് ഇഷ്ടമായോ? എന്നാലേ ഈ ആനപ്പാലിന്റെ കഥ ഇവിടെയൊന്നും തീരില്ല. ഇതുപോലെ ഒരുപാട് കഥകൾ ഉണ്ടാക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ് അമ്മു. വെറും അമ്മു അല്ല കേട്ടോ, ഡിറ്റക്റ്റീവ് അമ്മു. അമ്മുവിന്റെ കഥ മുഴുവൻ അവധിക്കാലത്ത് കൂട്ടുകാർക്ക് വായിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം ഉടൻ തന്നെ സംഘടിപ്പിച്ചോളൂ. ഡിറ്റക്റ്റീവ് അമ്മു SR ലാൽ എഴുതിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥയാണ്. നമുക്കങ്ങനെ വായിച്ചു പോകാന്നേ.